വായനശാല അൽ ഗ്രന്ഥാലയം 25ാം വാർഷികം ആഘോഷിക്കുകയാണ്. 2000-ലാണ് നമ്മുടെ വായനശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത്. മുൻ ആഭ്യന്തരമന്ത്രിയും CPIM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് നമ്മുടെ വായനശാല ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ജനോപകാരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് വായനശാല 25ാം വാർഷികത്തിലേക്ക് എത്തിയിട്ടുള്ളത്. PSC കോച്ചിങ് ക്ലാസ്, ഡാൻസ് ക്ലാസ്, വിവിധ ബോധവൽക്കരണ ക്ലാസ്, വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ, അങ്ങനെ ഒട്ടനവധി ഈ നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി വായനശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ആദ്യ പരിപാടി എന്ന നിലയിൽ ഞങ്ങളൊരു ബിരിയാണി ചാലഞ്ചാണ് ആദ്യം നടത്തിയത്. ബിരിയാണി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള എല്ലാ ജനങ്ങളും ഞങ്ങളായി സഹകരിച്ചു. നമുക്ക് അതിൻ്റെ അകത്തൊരു ധനസമാഹരണം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പരിപാടി കഴിഞ്ഞ ശേഷം ഡിസംബർ മാസം 24-ാം തീയതി ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. ആ ഒരു പരിപാടി വലിയ ജനപങ്കാളിത്തത്തോടെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരം. അതിനുശേഷം ന്യൂ ഇയർ ഫസ്റ്റ് സംഘടിപ്പിച്ചു. ന്യൂ ഇയർ നൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കലാകാരികളും കലാകാരന്മാരും കൂടി ഗാനങ്ങൾ ആലപിക്കുകയും മറ്റു വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്ത് അതും വലിയ ജനപങ്കാളിത്തം നടത്താൻ വേണ്ടി. പിന്നീട് നമ്മൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെ സംഘവാസന വാർത്തകൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പായിരുന്നു. നാളെ ശ്രീ പുതിയ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചു AI മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ബാബു മാസ്റ്റർ നടത്തിയ ക്ലാസ്സോടുകൂടിയാണ് ആ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. ആ പരിപാടി വെച്ച് കളിക്കാം, ചിരിക്കാം, പാടാമെന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ അഴീക്കോടൻ സംഘാടകൻ വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടി സംഘടിപ്പിക്കുകയും നന്ദു ഓർപ്പടിയും പ്രണവും കൂടി നാടൻ പാട്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും നാടൻ പാട്ട് അവതരിപ്പിക്കുകയും ആ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം ജില്ലാതല കേരള ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. ഒരു ദിവസം വൈകുന്നേരം 3 മണിക്ക് മത്സരം ആരംഭിച്ചു. രാത്രി 11 മണി വരെ വാശിയേറിയ മത്സരം 32 ടീമുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ 25-ാം തീയതി വായനശാലയുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് മത്സരം സംഘടിപ്പിച്ചു. ആദ്യ സ്റ്റേജ് പരിപാടിയിൽ ഒരു പ്രഭാഷണത്തോടു കൂടിയാണ് നമ്മൾ പരിപാടി ആരംഭിച്ചത്. ആ പ്രഭാഷണത്തിന് ശേഷം നമ്മുടെ വായനശാലയുടെ ബാലവേദിയുടെ കുട്ടികൾ അവതരിപ്പിച്ച ഒരു നാടകം, നമ്മുടെ വായനശാലയുടെ വനിതാ വേദിയുടെ പ്രവർത്തകരും ഒക്കെ അവതരിപ്പിച്ച വനിതാ നാടകവും ഇവിടെ അരങ്ങേറി. തുടർന്ന് പോപ്പുലർ അക്കാദമിയുടെ സഹായത്തോടുകൂടി
നാടൻ പാട്ടുണ്ടായിരുന്നത്. രണ്ടാം ദിവസമായ ഇന്നലെ അംഗൻവാടി കുട്ടികളുടെ നൃത്തത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയും KPP പ്രീതയുടെ ഉദ്ഘാടന പ്രസംഗം വനിതാത്സവമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അഭിനേത്രി രജിതാമത് ഉൾപ്പെടെയുള്ള മഹത് വ്യക്തികൾ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ നല്ല പങ്കാളിത്തത്തോടെ നടത്താൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പ്രഭാഷണം കൂടിയായിരുന്നു. ആ പ്രഭാഷണ പരിപാടിയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രത്യേകത, നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, വനിതോത്സവം എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ വനിതകളുടെ പങ്കാളിത്തം മികച്ച പങ്കാളിത്തത്തോടുകൂടി നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളൊരു ചരിത്ര യാഥാർത്ഥ്യം കൂടി അതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ഈ നാടിനകത്തുള്ള മുഴുവൻ ആളുകൾ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെയുള്ള നൃത്തങ്ങൾ ഇവിടെ അരങ്ങേറി. ഇന്നിപ്പോ നമ്മള് സാംസ്കാരിക സമ്മേളനം, അതായത് സമാപന സമ്മേളനമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് KPSCയുടെ നാളും. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം 10-60ഓളം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടുള്ള തിരുവാതിരകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ വായനശാലയുടെ പ്രവർത്തനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ വായനശാലയുടെ വനിതാ വേദി രൂപീകരണത്തിന് ശേഷം നമ്മുടെ വായനശാലയുടെ ഓരോ പ്രവർത്തനവും ഏറ്റെടുക്കുന്നതിൽ വനിതാ വേദിയുടെ പ്രവർത്തകരും മറ്റു വനിതകളും കാണിക്കുന്ന ശുഷ്കാന്തി നമ്മുടെ വായനശാലയുടെ വളർച്ചയെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റുന്ന പ്രാപ്തിയുള്ള വനിതകളാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ കൈകൊട്ടികളി മത്സരത്തിൽ എവിടെ മത്സരം സംഘടിപ്പിച്ചാലും ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മുടെ വായനശാലയുടെ വനിതാ വേദിയുടെ കൈകൊട്ടികളി ടീമിന് ആവുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി അറിയിക്കുക. ഞാൻ എന്റെ ആമുഖ പ്രഭാഷണം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് വായനശാല തുടങ്ങിയത് മുതൽ നമ്മുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഖാവ് P. പവിത്രേട്ടനാണ്. പവിത്രേട്ടനെ ആദരപൂർവം ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ അഴീക്കോടിലെ ജനകീയ MLA ആയിട്ടുള്ള ശ്രീ KV സുമേഷാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെയും വായനശാലയുടെ സംഘാടന സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൽ തന്നെ സാംസ്കാരിക മേഖലയിൽ അറിയപ്പെടുന്ന വ്യക്തിത്വവും ശബ്ദമാധുര്യം കൊണ്ട് ജനങ്ങളെയാകെ മുൻനിരയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ T. ശശിധരൻ അവരാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ നാട്ടുകാർക്ക് വേണ്ടി, സംഘാടന സമിതിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ശ്രീ P.K. വിജയേട്ടൻ സംസാരിക്കുന്നത്. വിജയേട്ടനെ സംഘാടന സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ AKG ആശുപത്രിയുടെ ഡയറക്ടർ ശ്രീ NN കുമാർ ഈ പരിപാടിയിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തെയും സംഘാടന സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഉദാഹരണം സുജാത എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയിട്ടുള്ള, ഏറ്റവും നല്ല ബാലനടനുള്ള അവാർഡ് നേടിയിട്ടുള്ള അഭിനന്ദൻ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും സംഘാടന സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ
ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ അരക്കൻ പുരുഷോത്തമൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ശ്രീ പുരുഷോത്തമനെയും സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷ വഹിക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ പി പവിത്രനെ ക്ഷണിക്കുന്നു. അതിനായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, വായനശാലയുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് സഞ്ജീവനോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുപാട് പരിപാടികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ടി ശശീന്ദ്രനോട് അഭ്യർത്ഥിക്കുക. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ലൈബ്രറി പവിത്രൻ, ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി മറ്റൊരു പവിത്രൻ, പിന്നെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, രക്ഷാകർത്താക്കളെ, ചുരുങ്ങിയതൊരു മണിക്കൂർ നേരമെങ്കിലും സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിലും ഒരാപൽ യുദ്ധത്തിലാണ് ഞാൻ എത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഏറ്റ പരിപാടി കുറച്ച് അകലെയാണ്. അവിടെയാണ് ഞാൻ ആദ്യം ഏറ്റത്. പിന്നീട് രണ്ടാമത്തെ പരിപാടിയായിട്ടാണ് ഇവിടെ കിട്ടിയത്. അപ്പോ ഏറ്റവർ തെറി പറഞ്ഞുകൊണ്ട് അവിടെ എത്തുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു വലിയ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. സാംസ്കാരിക സമ്മേളനം എന്ന് നാം വിളിക്കുന്ന സമ്മേളനം, ഞാൻ ഈ അടുത്ത കാലത്ത് കുറേ സ്ഥലങ്ങളിൽ സാംസ്കാരിക സമ്മേളനത്തിൽ പോവുകയുണ്ടായി. സാംസ്കാരിക സമ്മേളനത്തിന്റെ ലഘുവായ ചിഹ്നം എന്ന് പറയുന്നത് ഒടിഞ്ഞ കസേരകളാണ്. അതാണ് നമ്മുടെ സംസ്കാരം എന്നിപ്പോൾ പറയുന്നത്. നമ്മൾ കേരളത്തിനെ കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയും. സാംസ്കാരിക കേരളം, സാക്ഷര കേരളം, നവോത്ഥാന കേരളം, ഇത് മൂന്നും ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സാംസ്കാരിക കേരളത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഈ കൊച്ചു പരിപാടികൾ. ഒരു നാടിനെ സുഗമമായി വികസിക്കാൻ, ആ നാടിലെ ജനങ്ങൾക്ക് സുഖകരമായി മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഇടപാടുകളെയാണ് യഥാർത്ഥത്തിൽ സംസ്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരായ ആളുകൾ, കഷ്ടപ്പെടുന്നവരായ ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരെല്ലാം സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന്റെ ചുമതലയാണ് യഥാർത്ഥത്തിൽ സാംസ്കാരിക പ്രവർത്തകരുള്ളത്. അധ്വാനിക്കുന്നവരും ഭാരം വലിക്കുന്നവരും വിശക്കുന്നവരും വേദനിക്കുന്നവരും എൻ്റെ അടുത്ത് വരും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം എന്ന് യേശു പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദേഹമാണ് ഒരുപക്ഷെ ലോകത്തെ ആദ്യത്തെ സാംസ്കാരിക പ്രവർത്തകൻ എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് സാമൂഹിക മുന്നേറ്റത്തിന് ഉപാധി നൽകുന്ന ക്ഷീണരഹിതമായ പ്രവർത്തനത്തിന്റെ പേരാണ് സാംസ്കാരിക പ്രവർത്തനം. കപട സ്നേഹിത നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ എന്ന കുഞ്ഞിപ്പുഴയുടെ ഒരു കവിതയുണ്ട്. സമൂഹത്തിലെ കപട സ്നേഹിതനോട് പറയാം, നിന്നോട് ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ. നിന്റെ മുമ്പിലെ ജീവിതത്തിന്റെ വ്യഥകൾ എന്ന് പറഞ്ഞാൽ വർത്തമാനങ്ങൾ, അഭിപ്രായങ്ങൾ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടിരിക്കുക. തെരുവിൽ ദിവസങ്ങൾ കാണുമ്പോഴൊക്കെയും കുശലം എയ്യുന്നു മുൻവരിപ്പല്ലില്ല. നീ എന്താ ചെയ്യുന്നത്? തെരുവിൽ കാണുമ്പോൾ മുൻവരിപ്പല്ല് കാണിച്ച് ചിരിക്കുന്ന പോലെ അഭിനയിക്കും. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത്. ഇതൊന്നും തുടങ്ങിയതല്ല. സ്നേഹിക്കയില്ല ഞാൻ നോവും എന്ന ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഏത് തത്വശാസ്ത്രത്തെയും എന്ന് മഹാനായ വയലാർ രാമവർമ്മ പറഞ്ഞത്. ഒരുപാട് ഉറങ്ങിയിട്ടേറെ കാലമായി പ്രിയെ പടിവാതിലിൽ നീ ഇല്ലാത്ത കാരണം എന്ന് ജയപ്രകാശ് ശങ്കമാരി പാടിയതും എല്ലാം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു പന്തലിച്ചു വരുന്ന അരാജകത്വം, രാഷ്ട്രീയാവസ്ഥ, സ്വന്തം താല്പര്യം,
ഇന്ന് നമ്മുടെ സമൂഹത്തിലെല്ലാം നിൽക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾ. സ്വാർത്ഥമതികളായ ആളുകളുടെ വലിയ മുന്നേറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. അവിടെ അവർക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, മതം വേണ്ട, ജാതി വേണ്ട, രാഷ്ട്രീയം വേണ്ട, പകരം എനിക്ക് ഞാൻ മാത്രം മതി എന്ന ഒരു പുതിയ ബോധം നമ്മുടെ സമൂഹത്തിൽ അരക്കിക്കുവാനില്ല. അതെന്തിനെയാണ് ഇല്ലാതാക്കുന്നത്? അത് സമൂഹത്തെ ഇല്ലാതാക്കുമെന്നുള്ളതാണ്. സാമൂഹ്യ രംഗത്ത് കടന്നു വരുന്ന അത്യാപത്തുകളെ തടയുവാൻ ശ്രമിക്കേണ്ട ബുദ്ധിയും ബോധവുമുള്ള മനുഷ്യൻ. മൃഗങ്ങൾക്കൊന്നും അത് കഴിഞ്ഞൊന്നും വരില്ല. പട്ടിക്ക് വേണമെങ്കിൽ ഒരു ബസ് വരുമ്പോൾ അത് മുട്ടാതിരിക്കാൻ വേണ്ടി ഒരു കുറുകി ഓടി രക്ഷപ്പെടാം. പക്ഷെ മനുഷ്യൻ എന്താ വേണ്ടത്? അവന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല അവൻ സ്വീകരിക്കുന്നു. പകരം ഈ സമൂഹത്തെ ആകെ രക്ഷപ്പെടുത്തുവാൻ ആവശ്യമായ പരിപാടികളിലേക്ക് പോവാം. സമൂഹത്തെ ആകെ രക്ഷപ്പെടുത്തണം. അപ്പൊ സമൂഹത്തെ ആകെ രക്ഷപ്പെടുത്തുവാനുള്ള പ്രവർത്തനം ഇന്നലെ തുടങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറ ഉണ്ടാവും. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് നെഹ്റുവും JB കൃപലാനിയും മൗലാന അബ്ദുൽ കലാം ആസാദും ഭഗവത് സിംഗും രാജഗുരുവും സുഖദേവും ചന്ദ്രശേഖര ആസാദും അപ്പുവും കിരികണ്ഠനും കുഞ്ഞമ്പു നായരും അബൂബക്കറും അടങ്ങുന്നവരെല്ലാം നടത്തിയ ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ അവർക്ക് വേണ്ടിയായിരുന്നു. അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. തടവറയ്ക്കുള്ളിൽ തുടയല് പൊട്ടി തകരുന്ന നേരം എൻ്റെ അച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു 100 സ്വാതന്ത്ര്യ സ്വപ്നം. എന്റെ കരിവെള്ളവും മുരളി തന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു. AB കുഞ്ഞമ്പൂവിനെ കുറിച്ചാണ് കരിവെള്ളവും മുരളി പാടിയത്. അദ്ദേഹം പാടിയത് ഇങ്ങനെയാണ്: തടവറയ്ക്കുള്ളിൽ തുടയല് പൊട്ടി തകരുന്ന നേരം എൻ്റെ അച്ഛൻ കരുതി വെച്ചു ആർക്ക് വേണ്ടി? അയാൾക്ക് വേണ്ടിയല്ല, മുരളിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ദേവയാനി ചേച്ചിക്ക് വേണ്ടിയല്ല. ഇവിടെ കരുതി വെച്ചത് എന്താണ്? കരുതി വെച്ചത് ഒരു 100 സ്വാതന്ത്ര്യ സ്വപ്നം. ഒരു 100 സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നത്തെ കുറിച്ചാണ് എഴുതി വെച്ചത്. അതാണ് സമൂഹത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. കാട്ടാളന്മാർ നാട് ഭരിച്ച് നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്തെ പുല്ലായി കരുതിയ മട്ടാഞ്ചേരിയുടെ കഥ അത് PJ ആന്റണി പാടി. അരിയും തുണിയും കിട്ടാതെങ്ങനെ മരണപ്പൊത്തിൽ പിടയുന്നാൾ അരി ചോദിച്ചാൽ ചോദിപ്പവരുടെ മുതുക് പൊള്ളിക്കും ഭരണക്കാർ അവരോടംഗം വെട്ടിയ നാട്ടാർ അവരുടെ തൊക്കിനിരയായി. അയ്യോ പൊയ്പോ എന്നരുമക്കുഞ്ഞ് അന്ന് നടത്തിയ സമരത്തിൽ ചങ്കിലൊരുണ്ട തറച്ചതിൽ നിന്ന് ചെക്കുടലുന്തിയ ഒരാൾരൂപം വയ്യേ വയ്യത് കാണാൻ മകനെ നീ ആ മണ്ണിലുറങ്ങുന്നു. നീ നാട് എന്തൊരു നാടാണ്, നിന്റെ നാട് എന്ത് നാടാണ്? അത് ആര് ചോദിച്ചതാ? വയലാർ ചോദിച്ചതാ. നിന്റെ നാട് എന്ത് നാടാണ്? ഇനി എന്ത് ചെയ്യും? എന്നെയും അവിടേക്ക് എത്തിക്കും. എവിടേക്കാ എത്തിക്കുന്നത്? ഈ വെടിയുണ്ടയുടെ അറ്റത്തേക്ക് എന്നെയും എത്തിക്കും. എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം എല്ലാം വളർന്നു വരുന്നത്? എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ സാംസ്കാരിക മുന്നേറ്റം ഉണ്ടാകുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിനെന്ത് വേണം? നമ്മുടെ സമൂഹത്തിൽ ഞാൻ മാത്രം മതി, എന്റെ ജനനവും മരണത്തിന്റെയും ഇടയിലുള്ള ജീവിതം മാത്രം മതി. ഇങ്ങനെ ചിന്തിക്കുന്നത്. അച്ഛനില്ല, അമ്മയില്ല, സഹോദരിമാരില്ല, പകരം എനിക്ക് മതി എന്ന ബോധത്തിലേക്ക് ഇങ്ങനെയാ. അമ്മ കുളിക്കുമ്പോൾ അമ്മയുടെ കുളിച്ചി കസേരമ കയറി നിന്ന് എടുത്ത് വാട്സപ്പിൽ കൂട്ടുകാരന്മാർക്ക് അയച്ചു കൊടുക്കുന്നവന്റെ നാടായി കേരളം എങ്ങനെ മാറി? ഇനിയാ മാറിയത്. ഒരു നഗ്നതയിൽ നിന്നാണ് ഞാൻ ജനിച്ചത്, അല്ലെങ്കിൽ ഈ അമ്മയുടെ നഗ്നതയിൽ നിന്നാണ് ഞാൻ ജനിച്ചത് എന്ന ബോധത്തിൽ നിന്ന് എങ്ങനെ ചെറുപ്പക്കാർ മാറും? അമ്മ എന്ന് പറയുന്നതിന്റെ വലുപ്പം ഇവൻ എന്താ ബോധ്യമാകാത്തത്? അച്ഛനേക്കാൾ എത്ര വലുതാണ് അമ്മ എന്ന ബോധ്യം അല്ലെ? അച്ഛൻ കുഞ്ഞുങ്ങള് ഒന്ന് നടക്കാറാക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളെ ലാളിക്കുക. പക്ഷെ അമ്മയോ പൊക്കത്ത് വെച്ച് തന്നെ കുഞ്ഞ് 1, 2 കഴിച്ചാലും അതൊക്കെ കൈകൊണ്ട് തുടച്ച് കളഞ്ഞ് വീണ്ടും കൊച്ചിനെ കഴിപ്പിക്കും. അച്ഛൻ കൊച്ചിനെ മുദ്രവഴിക്കാനോ അല്ലെങ്കിൽ മറ്റതിനോ ഒക്കെ ആഗ്രഹിക്കുമ്പോൾ വേഗം അമ്മയുടെ കയ്യിൽ കൊടുക്കും. നീ എടുത്തോളാൻ പറയും. ഈ വൃത്തികെട്ട കൊച്ചനെ കൊണ്ട് തോട്ടല്ലോ എന്ന് പറയും. ഇതിനെ തലവിളി നിർത്താൻ പറയും. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പോ അമ്മ കുഞ്ഞിന്റെ നിലവിളിയെ താരാട്ടുപാട്ട് കൊണ്ട് മയക്കും. ഇതാണ് അമ്മ. അതാണ് അമ്മ എന്ന് പറയുന്നത്. വസന്തം പോലെ വന്ന് നിലാവ് പോലെ മാഞ്ഞു പോകുന്ന രൂപം. വസന്തം പോലെ വന്ന് നിലാവ് പോലെ മാഞ്ഞു പോകുന്ന രൂപത്തിന്റെ പേരാണ്.
ഇതല്ലേ മുഹമ്മദ് നബിയോട് ഒരിക്കൽ ഉമർ ചോദിക്കുന്നുണ്ട്. എന്താ ഉമർ ചോദിക്കുന്നത്? ഉമർ ചോദിക്കും, പ്രവാചക അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? ഉമർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉമറിനെയാണെന്ന് പറയാൻ വേണ്ടി. അപ്പൊ പ്രവാചകൻ പറയും, അതിനെന്താ സംശയം ഉമർ, എനിക്ക് ഏറ്റവും ഉമ്മയാണ്. അപ്പൊ ഉമറിന്റെ മുഖത്ത് പാടും. എന്നിട്ട് ഉമർ രണ്ടാമത് അങ്ങേക്ക് ഇഷ്ടമായ അതെങ്കിലും കിട്ടാൻ വേണ്ടിയ രണ്ടാം സ്ഥാനം. അപ്പൊ ഉമറിനോട് വീണ്ടും ചോദിക്കും, ഉമറിന് എന്താ സംശയം, രണ്ടാമതും എനിക്ക് ഉമ്മയാണ്. അപ്പൊ ഉമറിന്റെ മുഖം ഒന്നും കൂടി പ്ലാനമാണ്. എന്നാൽ മൂന്നാമത്തെ സ്ഥാനം മറ്റേ വോട്ട് മെഡൽ കിട്ടാനുള്ള ശ്രമത്തിനകത്ത് ഉമർ ചോദിക്കും, മൂന്നാമത് അങ്ങേക്ക് ആരെയാണ് ഇഷ്ടം? അപ്പോ പ്രവാചകൻ പറയും, ഉമറെ നീ എത്ര പ്രാവശ്യം ചോദിച്ചാലും 1000 തവണ ചോദിച്ചാലും എനിക്ക് എന്റെ ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മ. ഞാൻ എന്തിനാ പ്രവാചകന്റെ ഈ ഉദാഹരണം പറഞ്ഞു? ആ അമ്മയുടെ നഗ്നതയാണ് താൻ എടുക്കുക മാത്രമല്ല, തന്റെ കുട്ടികൾക്കെല്ലാം അയച്ചു. എവിടേക്കാ പോകുന്നത് നമ്മുടെ സമൂഹം? നമ്മുടെ സമൂഹത്തിൽ പരിഷ്കൃതി വേണം, പരിഷ്കാരം വേണം. പക്ഷെ നമ്മൾ പരിഷ്കാരത്തെ തേടുന്നത് പശ്ചിമ യൂറോപ്യൻ പരിഷ്കാരത്തെയാണ്. ഒരു നാട്, ആ നാടിന് വികസിക്കാൻ ആവശ്യമായ മുതൽക്കൂട്ടുകളെ സൂക്ഷിക്കുന്നതാണ് സംസ്കാരം. അവരുടെ വസ്ത്രം, വേഷം, ആഹാരം, അവനാവശ്യമായ പ്രവർത്തനം, അതിനാവശ്യമായ വ്യവസായം, അതിനാവശ്യമായ കൃഷി, ഇതിനെയെല്ലാം സമരസജ്ജമായി സമ്മേളിക്കുന്നതിന്റെ പേരാണ് പ്രവർത്തനം. നിങ്ങളിങ്ങനെ പശ്ചിമ യൂറോപ്പിന്റെ കൾച്ചർ, പക്ഷെ കേരളത്തിൽ എങ്ങനെയാ പശ്ചിമ യൂറോപ്പിന്റെ കൾച്ചർ ശരിയാവും? ഞാൻ ആരെങ്കിലും ആൺകുട്ടികൾ ബർമുടയിടുന്നതോ ഏതെങ്കിലും ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നടക്കുന്നതൊന്നും തെറ്റല്ല. വസ്ത്രധാരണം മാർഗം ഇഷ്ടം പോലെ നടക്കാം, ഒരുമിച്ച് നടക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് നടക്കാം, ഒരുമിച്ച് സിനിമയ്ക്ക് പോകാം, ഒരുമിച്ച് ബസ്സിലിരിക്കാം, ഒരുമിച്ച് ക്ലാസ്സിലും ഇരിക്കാം. എന്തിനാ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തുമ്പോൾ ആൺകുട്ടിയുടെ മടിയിൽ പെൺകുട്ടി കയറിയിരിക്കുന്നത് എന്തിനാ? അതേത് കൾച്ചറാണ്? ആ കൾച്ചറിന്റെ പേരെന്താ? ബസ് കിട്ടണമെങ്കിൽ ഈ ആൺകുട്ടിയുടെ മടിയിലേക്ക് കയറി ഇരുന്നാലേ ബസ് കിട്ടുള്ളുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇരിക്കാം. സൂപ്പർ ഫാസ്റ്റ് കിട്ടണമെങ്കിൽ ആൺകുട്ടിയുടെ തലയിൽ കയറിയിരിക്കണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതും ഇരിക്കാം. പക്ഷെ എന്തിനാണ് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം നമുക്ക് യോഗ്യമല്ലാത്ത, അറപ്പ് തോന്നുന്ന, മലയാളിക്ക് രുചികരമല്ലാത്ത, സ്വാദിഷ്ടമല്ലാത്ത കൾച്ചർ? 12:30 മണിയാവുമ്പോൾ ആൺകുട്ടികൾ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകാം. ആരാ കുറ്റം പറയുന്നത്? ഇപ്പൊ ആൺകുട്ടികൾ ടൗണിലേക്ക് പോയില്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് വേദന. അച്ഛനമ്മ പറയുന്നത് കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഇതുവരെ ചെക്കൻ പോയിട്ടില്ലെന്നാണ്. ഇതുവരെ 12:30 എന്റെ ചെക്കൻ ഉറങ്ങുകയാണ്, പോയിട്ടില്ല. 12:30 അവൻ പോകും, അവന്റെ കൂടെ ഒരാളുണ്ടാക്കും, കുഴിമന്തി കഴിക്കും, കുഴിമന്തി ദഹിക്കാൻ കൊക്കക്കോള കുടിക്കും, കൊക്കക്കോളയുടെ ടേസ്റ്റ് മാറാൻ കിങ് സിഗരറ്റ് വലിക്കും, കിങ് സിഗരറ്റിൽ സിന്തറ്റിക് ഉണ്ടാകും, ചിലപ്പോൾ സിന്തറ്റിക് ഇല്ലാത്തതുണ്ടാകും. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചരിച്ച് വരുന്ന നീ മാത്രമാണെന്നും, നിന്റെ പെങ്ങളും സ്ത്രീയാണ്, അമ്മയും സ്ത്രീയാണെന്നും, നീ ഈ സമൂഹത്തിൽ ആസ്വദിക്കേണ്ടതെല്ലാം എവിടെ നിന്ന് കിട്ടിയാലും ആസ്വദിക്കണമെന്നും, ഇതാണ് ജീവിതമെന്നും പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കയറ് പിരിക്കുന്നവന്റെ കഷ്ടപ്പാട്, കൈത്തറി തൊഴിലാളിയുടെ കഷ്ടപ്പാട്, പഴയ ദിനേശ് പിള്ളി തൊഴിലാളിയുടെ കഷ്ടപ്പാട്, അതേമാതിരി തന്നെ വേദനിക്കുന്നവന്റെ യാതൊരു പ്രയാസം, പഠിപ്പിക്കാൻ കഴിയാത്ത ആൾ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇതൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ടോ, ദുരിതമനുഭവിച്ചോ, ചത്തോ. ഭഗവതിക്ക് ഉത്സവം നടത്താൻ വേണ്ടി 50 ലക്ഷം രൂപ ചെലവഴിക്കുന്ന പൈസയുമായി, അതിന്റെ ചെക്കുമായി വണ്ടിയിൽ ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് വിശന്ന് വലഞ്ഞൊരു പാവം 10 രൂപ ചോദിച്ചാൽ പറയും, പണിയെടുത്ത് തിന്നൂടെ. അമ്പ് പെരുന്നാൾ, 1 കോടിയുടെ അമ്പ് പെരുന്നാൾ പള്ളിയിൽ ഒരു കുടുംബക്കാരൻ നടത്തുന്നു. പക്ഷെ ആ മെഴുകുതിരിക്കടയിൽ ഉണങ്ങിയിരിക്കുന്ന പാപത്തിന് 50 രൂപ നാം കൊടുക്കില്ല. പൊങ്ങച്ചത്തിന്, വലുപ്പത്തിന്, ആവശ്യത്തിന് നമ്മുടെ സമൂഹത്തിലേക്ക് അരിച്ചരിച്ചിറങ്ങി വരുന്ന അപകടകരമായ ഈ അവസ്ഥയെ ചെറുക്കുക എന്നതല്ലാതെ ജാതി, മതം, മൈത്തം, അനാചാരം, അന്ധവിശ്വാസമായിട്ട് പോകും. പറയാൻ ഒരുപാട് കാര്യമുണ്ട്, പറയാൻ സമയമില്ലാത്തവരാണ്, പറയാൻ പറ്റാത്തവരാണ്. മതം, എല്ലാ മതവും നല്ലതല്ലേ? മതത്തിന്റെ ഉള്ളടക്കത്തിൽ എല്ലാ നന്മയുണ്ട്, തിന്മയുണ്ട്.
പക്ഷെ ഇന്നലെ വരെ കേരളം തിന്മയെ സ്വീകരിക്കാറില്ല. ഇന്ന് അങ്ങനെയല്ല, നന്മയെ നാം റിജക്ട് ചെയ്ത് തിന്മയെ സ്വീകരിക്കും. അത്താഴപ്പക്ഷിക്കാരുണ്ടോ ചോദിച്ചില്ലേ പഴയകാലത്തെ ഹിന്ദുമതം? പഴയകാലത്തെ ഹിന്ദുമതം ചോദിച്ചില്ലേ അത്താഴപ്പക്ഷിക്കാരുണ്ടോ? അത്താഴപ്പക്ഷി കിടക്കുന്നവരെല്ലാം ഏതെങ്കിലും മതമാകണമെന്നല്ല ഹിന്ദുമതം പറഞ്ഞത്. പകരമോ അത്താഴപ്പക്ഷിക്കാരായ ആളുകൾ എന്റെ വീടിന്റെ ചുറ്റുമുണ്ടെങ്കിൽ ഞാൻ എന്ത് തരും? ഉണക്കലരിച്ചോറ് വച്ച് അതിൽ തുമ്പപ്പൂ വിട്ട് തുളസിയിട്ട് കുഴച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിറയാവുന്ന ചോറെടുത്ത് മതമെന്നും ജാതിയെന്നും നോക്കാതെ നിങ്ങൾക്ക് തരാം. ഇതല്ലേ ഹിന്ദുമതം പറഞ്ഞു? ഇടത് കൈ കൊണ്ട് കൊടുക്കുന്നത് വലത് കൈ അറിയരുതെന്നല്ലേ കൃഷ്ണമതം? നിന്റെ വീട്ടിൽ നീ മൃഷ്ടാന ഭോജനം നടത്തുന്ന സമയത്ത് നിന്റെ ചുറ്റുപാടുമുള്ളവർ അവർ മതം ഏതായാലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ മൃഷ്ടാന ഭോജനം നടത്തുന്ന നീ ഇസ്ലാമല്ല, കാഫറാണ്. അതിനെ പരിശുദ്ധമാണ്. എവിടുന്നാണ് ഈ മതങ്ങൾക്ക്? ഏത് മതങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊക്കെ നടക്കുന്നത്? മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ജില്ലയാണെന്നും അവിടെ എന്താണ് ഈഴവന് രക്ഷയില്ലെന്നും പറയുന്നില്ലേ നേതാക്കൾ? അവിടെയല്ലേ പ്രിയപ്പെട്ടവരെ, അവിടെയല്ലേ അമ്പലങ്ങളുള്ളത്? അവിടെയല്ലേ ഭട്ടതിരിപ്പാട് ജനിച്ചത്? അവിടെയല്ലേ നിരവധിയാണ് തുഞ്ചത്തെഴുത്തൻ ജനിച്ചത്? അവിടെയല്ലേ നിരവധി അമ്പലങ്ങളുള്ളത്? എന്തും മതപരമായി കൊണ്ടുവന്ന് അതിനെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. അത്തരം അപകടകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ എന്ത് ചെയ്യാം? സാംസ്കാരിക പ്രവർത്തകർ 50-100 വർഷക്കാലം കൊണ്ട് കേരളം സംഭരിച്ച് മനസ്സിൽ തൂങ്ങി വെച്ചിട്ടുള്ള സാധനം. ക്രിസ്മസ് ആകുമ്പോ വീട്ടിൽ അയലക്കത്തെ ഹിന്ദുവിന് ഭക്ഷണം കൊടുക്കാൻ ഓടുന്ന ക്രിസ്ത്യാനി, വിഷുവിനും അതേമാതിരി ഓണത്തിനുമെല്ലാം തന്റെ വീട്ടിൽ വെച്ച ഭക്ഷണം കൊടുക്കാൻ ഓടുന്ന ക്രിസ്ത്യൻ വീടുകളിലും മുസ്ലിം വീടുകളിലേക്കും ഓടുന്ന ഹിന്ദു, റംസാനും അതേമാതിരി ബക്രീദിനുമെല്ലാം വേവിച്ചെടുത്ത മാംസം അത് ബിരിയാണി ആയാലും മറ്റു ഭക്ഷണമായാലും എത്തിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം. എത്ര പതിറ്റാണ്ടുകളായി നമ്മുടെ കേരളത്തിന്റെ സംസ്കാരം, ആ കൾച്ചർ പതുക്കെ മാറുകയാണ്. എന്റെ മതക്കാർ ഞാൻ മാത്രം, ഇസ്ലാം മാത്രം, ക്രിസ്ത്യാനി മാത്രം, ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം. ഈ ചിന്ത നമ്മുടെ നാടിന്റെ പൊതുവായ നൈതികതയെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തകർക്കാതിരിക്കാൻ ഇവിടെ ഈ കണ്ണൂർ പോലുള്ള ജില്ലയ്ക്ക് ഈ കേരളത്തിൽ വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം എന്താണ്? കണ്ണൂർ പോലുള്ള ജില്ലയാണ് മലബാർ ബ്രിട്ടീഷുകാരൻ കേന്ദ്രമായി, തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാലത്ത് മലബാറിന്റെ എല്ലാ തരത്തിലുള്ള ത്യാഗപൂർവമായ പ്രവർത്തനം സംഘടിപ്പിച്ച സ്ഥലമാണ്. ഇവിടെയാണ് KPR ഗോപാൽ. ഈ ജയിലിലാണ് മണ്ടോടി കണ്ണൻ മരിക്കുന്നത്. ഈ ജയിലിലാണ് അപ്പുവും ചിരികണ്ഠൻ കുഞ്ഞമ്പനായാലും അബൂബക്കറും മരിക്കുന്നത്. കൃഷ്ണപിള്ള അബൂബക്കറിനെയും അപ്പുവിനെയും കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അപ്പുവിന്റെ മുഖം കാണുമ്പോൾ കൃഷ്ണപിള്ളയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാണ് സഖാവ് കരയുന്നത് എന്ന് അപ്പു ചോദിക്കും. നീ ഒരു കൗമാരം കഴിഞ്ഞ കുട്ടിയാണല്ലോ അപ്പു, നിന്നെ തൂക്കിലേറ്റുന്നത് ആലോചിക്കുമ്പോൾ എനിക്കറിയാതെ വേദന വരും. ജീവിതത്തിൽ ഒരിക്കലും കരയാത്ത കൃഷ്ണ. അന്ന് അപ്പു പറയുന്ന ഒരു കാര്യമുണ്ട്, അടുത്ത ജന്മത്തിൽ കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. എനിക്കൊരു വേദനയുണ്ട് സഖാവ്. അബൂബക്കറിന്റെ വീട്ടിൽ അബൂബക്കറിന്റെ ഉമ്മ കഞ്ഞിയിലെ വെള്ളം ഊറ്റിയെടുത്ത് ചോറാക്കി മാറ്റി ഒരരിക്കിലാമ്പ് വെളിച്ചത്തിന്റെ കീഴിങ്ങനെ വച്ചിട്ടുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ അബൂബക്കർ വരുമെന്ന് വിചാരിക്കും. വാർത്താപത്രങ്ങൾ ഇല്ലാത്തൊരു കാലത്ത്, ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് 10 മാസം ചുവന്ന് പ്രസവിച്ച ഉമ്മ ഗർഭപാത്രം തുടിച്ചു മുലക്കണ്ണ് ചുരുന്നു അബൂബക്കറിനെ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവനവനെ വികസിക്കാനല്ല, സമൂഹത്തിന് വികസിക്കാൻ. നീ എന്ത് നേടി എന്നതല്ല രാഷ്ട്രീയത്തിലെ പ്രധാനം, നീ എന്ത് നഷ്ടപ്പെടുത്തി, നീ എന്താണ് നേടിയത് എന്ന് വില നടക്കുക. നിന്റെ സ്ഥാനമാനങ്ങൾ എത്രയാണെന്ന് നോക്കുക. നിനക്ക് എന്തെല്ലാം നേട്ടമുണ്ടായി, നീ എത്ര MLA, MP, മന്ത്രി, പ്രധാനമന്ത്രി, നീ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത്?
ഈ സാമൂഹ്യ ചരിത്രത്തിന്റെ തേരുകളുള്ള നിന്റെ വീട്, നിന്റെ മക്കൾ, നിന്റെ അമ്മ, നിനക്ക് ലഭിക്കേണ്ടിരുന്ന ജോലി, നിന്റെ ജീവിതത്തിൽ കിട്ടുമായിരുന്ന സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയതിൽ ആനന്ദിക്കുമ്പോൾ ഒരുവൻ പൊളിറ്റീഷ്യന്മാരുടെ പ്രഥമതല കേന്ദ്രത്തിന്റെ ഒരു പേരാണ് സംസ്കാരം. ആ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇവിടെ നിങ്ങൾ വലിയ മുന്നേറ്റം നടത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളായി മാറണം, അല്ലേ? അത് കമന്റ് ചോദിച്ച പോലെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ചോദിക്കുന്നു. കാട്ടുചോല തെളിനീര് പകർന്നു തന്നില്ലേ പൂതമാമല ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ട് മയങ്ങിയപ്പോ കണ്ണു ചിമ്മാർ അവിടെ നിങ്ങൾ കാവൽ നിന്നില്ലേ കാട്ടുപോത്ത് കടുവ പുലികൾ കൂർത്തു വന്നപ്പോ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ല പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോട്ടുപോയി വീണ്ടും പല്ലടർത്തി വില്ലുമായി പിടിച്ചു കൊണ്ടി. നിങ്ങൾ ഓർക്കുക എന്ത്? നിങ്ങൾ എങ്ങനെ നിങ്ങളായ ആ ഒറ്റ പത്താനം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇന്ന് ഉടുപ്പും മുണ്ടും ഷർട്ടും തേച്ചും ഉടുത്തുകൊണ്ട് സൗകര്യമായി ഒരുക്കി ജീവിതത്തിന്റെ മെച്ചം പിടിച്ചു നിൽക്കുമ്പോൾ കയറും കൈത്തറിയും കള്ളിജത്തും മത്സ്യബന്ധനവും കശുവണ്ടിയുമുള്ള മഹാഭാവങ്ങൾ, വ്യാധിയുള്ള ഭാവങ്ങൾ, അവനാണ് ഇന്നത്തെ നാടിനെ ഒരുക്കി തന്നതെന്ന് കൂടി ഓർക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് കുറച്ചു നേരമേ സംസാരിക്കാൻ സമയമുള്ളൂ, അവിടെയാണ് പോകേണ്ടത്. അതുകൊണ്ട് വിനയപുരസ്സരം എൻ്റെ വാക്കുകൾ കേട്ടവരോടെല്ലാം നന്ദി പറയുന്നു. നിങ്ങൾ അനുവാദത്തോടെ സ്നേഹപുരസ്സരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ പി കെ വിജയനെ ക്ഷണിക്കുകയാണ്. EMS സാംസ്കാരിക വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ വാർഷികാഘോഷം ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തിയ ശ്രീ TC ശശിധരൻ, വാർഷികാഘോഷ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ പി പ്രവർത്തകൻ, അരക്കം പുരുഷോത്തമൻ തുടങ്ങിയ വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 25 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഇവിടുത്തെ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഒരു പൊതു ഇടമാണ് നമ്മുടെ ഈ ഗ്രന്ഥാലയം. ഓരോ ഗ്രന്ഥാലയവും നടത്തുന്ന വാർഷിക ആഘോഷത്തിന് വർത്തമാനകാലത്ത് വലിയ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു പൊതു ഇടമാണ് നമ്മുടെ ഗ്രന്ഥശാല വാർഷികം. വർത്തമാനകാലത്ത് അതിന് വലിയ പ്രസക്തിയാണുള്ളത്. നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വായനശാലയിലെ പുസ്തകങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വലിയ തിരക്കുള്ള ഒരു ജീവിതമാണ് നമുക്കെല്ലാം ഉള്ളത് എന്ന് നമ്മൾ പറയുമ്പോഴും വായനക്കായി അല്പമെങ്കിലും സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഓരോ വർഷവും നമുക്ക് പുതിയ പുസ്തകം വാങ്ങുന്നതിന് വേണ്ടി അനുവദിക്കുന്ന തുകയുണ്ടല്ലോ, അത് വലിയൊരു തുകയാണ്. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പുസ്തകം അത് നമ്മുടെ അലമാരയിൽ അങ്ങനെ കഴിയേണ്ടതല്ല. ആ പുസ്തകം നിങ്ങൾ വായിക്കണം. 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം വായനയ്ക്ക് വേണ്ടി നീക്കി വെക്കണം. അങ്ങനെ നീക്കി വെച്ചാലോ അടുത്ത തലമുറയും നമ്മുടെ കുട്ടികളും അങ്ങനെയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കുട്ടികളും വായനയിലേക്ക് വരുന്നതും നമ്മുടെ ചുറ്റുപാടുകളെ അറിയുന്നത്. എന്തിനു വേണ്ടി വായിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമ്മുടെ നാടിനെ മാറ്റി തീർത്തത് നമ്മുടെ മലയാളികളുടെ വായനാശീലമാണ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതറിയോ? ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ
മറ്റ് വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വായനശാലകളൊക്കെ അധികമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഈ കാണുന്നത് പോലെ ജനങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു പൊതു ഇടമായി അവിടെ ഒന്നും മാറിയിട്ടില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ വടക്കേ ഇന്ത്യകൾക്ക് ചായപ്പൊടിയിൽ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ചായ കുടിക്കാൻ ഗ്ലാസുകൾ പലതരത്തിലാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതാ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നമ്മൾ തുല്യരാണ്, എല്ലാവരും ഒരുപോലെയാണ്. എന്തുകൊണ്ടാണ് കേരളം മറ്റുള്ള പ്രദേശവും ഇങ്ങനെ വ്യത്യസ്തമായത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അറിവിന്റെ ജനാധിപത്യവൽക്കരണം ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മലയാളക്കര. മറ്റിടങ്ങളിൽ അറിവ് എന്നുള്ളത് ഒരു ചെറിയ വിഭാഗത്തിന്റെ കുത്തകയാണ്. അറിവ് ഒരു ചെറിയ വിഭാഗമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമ്മളിപ്പോ വടക്കേ ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പുസ്തക വായന പോയിട്ട് വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം പോലും താരതമ്യേന കുറവുള്ളതാണ്. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം കുറവുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ തങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് ജനതയ്ക്ക് കൂടുതലില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. കാരണം അത് അറിവിനെ കുറിച്ച്, ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് വായനയിലൂടെയാണ്. ഇപ്പൊ വർത്തമാന കാലത്ത് നോക്കുമ്പോൾ പുസ്തകങ്ങളെ കുറിച്ച് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പുസ്തകങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പരാമർശിക്കുന്നില്ല. കാരണം വായനശാലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ആളുകളെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആളുകളെ കൊണ്ട് വായിപ്പിക്കുക അതിന്റെ വായനശാലയുടെ പ്രധാനപ്പെട്ട ചുമതലയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ എല്ലാവരും വായിക്കണം, നമ്മുടെ കുട്ടികൾ വായിക്കണം, മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കണം. ഞാനിവിടെ പരാമർശിക്കാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. അത് വർത്തമാന കാലത്ത് ഏറ്റവും പ്രസക്തിയുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് വെറുപ്പിന്റെ ശരീരശാസ്ത്രം. ആ പുസ്തകത്തിന്റെ പേര് വെറുപ്പിന്റെ ശരീരശാസ്ത്രം. ആ പുസ്തകം എഴുതിയത് ആരാന്നറിയോ? എഴുതിയത് വളരെ പ്രസിദ്ധയായിട്ടുള്ള രേവതി ലോൾ. അവരുടെ പേരാണ്, വടക്കേന്ത്യയാണ്. രേവതി ലോൾ അവർ എഴുതിയിട്ടുള്ള പുസ്തകമാണ് വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന പുസ്തകം. എന്താ ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്നറിയോ? അവര് ആ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ്, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ അവർ ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത്, ഡൽഹിയിലെ യാത്ര ചെയ്യുന്നതെന്നറിയോ, അവിടെ സൈക്കിൾ റിക്ഷകളായിരുന്നു. തൊഴിലാളികൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട്, മോട്ടോറൊന്നും ഉപയോഗിക്കുന്നില്ല, ചവിട്ടിക്കൊണ്ടുള്ള റിക്ഷ. നമ്മുടെ കഠിനമായ അധ്വാനം നടത്തുന്ന തൊഴിലാളികളാണ്. അന്ന് ഇവർ പോകുന്ന ദിവസം, ആ എഴുത്തുകാരി പോകുന്ന ദിവസം അവിടെ ഇലക്ഷൻ നടന്ന ദിവസമാണ്. ആ ഇലക്ഷൻ നടന്ന ദിവസം ആയതുകൊണ്ട് സ്വാഭാവികമായും എല്ലാവരും ചോദിക്കും എന്തൊക്കെയാണ് വോട്ടിന്റെ സ്ഥിതി എന്ന്. സ്വാഭാവികമായും ഈ എഴുതുന്നവരും ആ റിക്ഷ ചവിട്ടിപ്പോകുന്ന തൊഴിലാളിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന്. അതിന് അവര് പറയുന്ന കാര്യം, അവര് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും അവർ ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശും ഡൽഹിയൊക്കെ വളരെ അടുത്ത പ്രദേശമാണ്. അപ്പൊ അവര് ഉത്തർപ്രദേശുകാരനാണെങ്കിലും ഡൽഹിയിലാണ് ജീവിക്കുന്നത്. എന്താ ഈ നാട്ടിന്റെ പ്രത്യേകത എന്നറിയോ? അവിടെ കടുത്ത ദാരിദ്ര്യം, ബഹുഭൂരിപക്ഷം പേരും കടുത്ത ദാരിദ്ര്യം നേരിടുന്നവരാണ്. നല്ല വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അവിടെ ഇല്ല. അതുപോലെ അവർക്ക് നല്ല സ്കൂൾ സംവിധാനമില്ല, നല്ല ആരോഗ്യ സംവിധാനമില്ല, കുടിവെള്ളം കിട്ടാത്ത പ്രദേശം, എന്തിനധികം വെളിച്ചം പോലും കടന്നെത്താത്ത വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ നിരവധിയുണ്ട്. ദാരിദ്ര്യവും പട്ടിണിയും
എല്ലാ സമയത്തുമുള്ള ഒരു വലിയ പ്രദേശത്ത് നിന്നാണ് ഈ തൊഴിലാളി ഈ ഡൽഹിയിലേക്ക് വരുന്നത്. നോക്കണേ, ഞാൻ പറയുന്ന ഒരു പുസ്തകത്തിലെ ഉള്ളടക്കമാണ്, ഏറ്റവും പുതിയ ഒരു പുസ്തകത്തിലെ ഉള്ളടക്കമാണ്. അതിന് വർത്തമാനകാലത്ത് വലിയ പ്രസക്തിയുണ്ട്. എന്നിട്ട് ആ എഴുത്തുകാരി റിക്ഷ തൊഴിലാളിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത്? അപ്പൊ അയാളൊന്ന് ചിരിക്കുക മാത്രമേ ആഞ്ഞു ചവിട്ടിക്കൊണ്ടാണ് ഡൽഹിയിലൂടെയുള്ള യാത്ര തൊഴിലാളി. അപ്പൊ എന്നിട്ട് ഇവര് പറയുന്നുണ്ട്, നിങ്ങൾ നേതാജിക്ക് ആയിരിക്കില്ലേ വോട്ട് ചെയ്തത്? നേതാജി എന്ന് ഉദ്ദേശിക്കുന്നത് മുലായം സിംഗ് യാദവാണ്. കുറച്ച് വർഷം മുമ്പുള്ളതാണ് സംഭവം. മുലായം സിംഗ് യാദവ് നേതാജിക്കല്ലേ നിങ്ങൾ വോട്ട് ചെയ്തത്? അപ്പൊ അവര് പറയുന്നു, ഞാൻ നേതാജിക്കല്ല ഇപ്രാവശ്യം വോട്ട് ചെയ്തത്, ഡൽഹിയാണ് എന്റെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി. അപ്പൊ ഇവര് എത്തുകാരി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൻപുറത്തെ ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ വിദ്യാഭ്യാസ സൗകര്യമില്ല, ആരോഗ്യ സംവിധാനമില്ല, വെളിച്ചമില്ല, അതുപോലെ വെള്ളം കിട്ടാത്തതാണ്, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്, കടുത്ത ദാരിദ്ര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇവരോട് പറയുന്നു, ഞാൻ ഇപ്രാവശ്യം നേതാജിക്കല്ല വോട്ട് ചെയ്തത്, കേന്ദ്രം ഭരിക്കുന്നവർക്കാണ് ഞാൻ വോട്ട് ചെയ്തത്. അപ്പൊ അവര് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടപ്പാടും ദാരിദ്ര്യവും എല്ലാം നേരിടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്തത്? കുറച്ചു നേരം അദ്ദേഹം സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? ആ ഉത്തരമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, അഭിനന്ദനെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ? ആരാ അഭിനന്ദൻ എന്ന് നിങ്ങൾക്കറിയാം. ഒരു വ്യോമസേന ഉദ്യോഗസ്ഥൻ, ഇന്ത്യക്കാരനായ വ്യോമസേനയിലുള്ള ഉദ്യോഗസ്ഥൻ അബദ്ധവശാൽ പാകിസ്ഥാനിൽ ഇറങ്ങിപ്പോയപ്പോഴേ പാകിസ്ഥാൻ പട്ടാളം അവരെ കസ്റ്റഡിയിലെടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പത്രവാർത്ത വന്നതാണ്. അതിന് ഈ റിക്ഷ തൊഴിലാളി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞാൻ എന്തുകൊണ്ട് വോട്ട് ചെയ്തു എന്നതിന്റെ ഉത്തരം, അഭിനന്ദനെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉത്തരം. എന്നിട്ട് ഈ എഴുത്തുകാർ തന്നെ എത്തുന്ന ഒരു നിഗമനമുണ്ട്. അത് എന്ത് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലാണെങ്കിലും ഫാസിസം എന്നുള്ള ഒരു ഭരണ വ്യവസ്ഥ ദരിദ്രർക്ക് കൂടി എങ്ങനെയാണ് സ്വീകാര്യമാവുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് അവർ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. എന്താ അത് ഉദ്ദേശിക്കുന്ന കാര്യം? സ്വന്തം ജീവിത യാഥാർത്ഥ്യം ഉണ്ട്. ആ സ്വന്തം ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മ, ജീവിക്കാനുള്ള മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അന്തരീക്ഷമില്ലാത്തത്, ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യമാണ്. ആ ജീവിത യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ദേശീയതയും മതവും ദരിദ്രന്റെ അഭിമാനബോധമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ള ഒരു വർത്തമാനകാല സാഹചര്യമുണ്ട്. അതാണ് വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന പുസ്തകത്തിൽ രേവതി ലോൾ അതിന്റെ വിവർത്തകൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വർത്തമാനകാല സംഭവങ്ങളെ നിങ്ങൾ ഇതുമായി കൂട്ടി വായിക്കണം. ആ പുസ്തകം പറ്റുമെങ്കിൽ ഈ വായനശാലയിൽ ചർച്ച ചെയ്യണം. വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്നുള്ള പുസ്തകം, രേവതി ലോളിന്റെ പുസ്തകം നിങ്ങൾ വായിക്കണം, ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത്. രണ്ടാമതൊരു പുസ്തകത്തിന്റെ കാര്യം ഞാനിവിടെ പരാമർശിക്കും. പുസ്തകത്തിന്റെ കാര്യം മാത്രമേ ഞാൻ പറയൂ. ആ പുസ്തകത്തിന്റെ പേര് NS മാധവന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയാണ്. NS മാധവന്റെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. ആ കഥയുടെ പേര് നിലവിളി എന്നാണ്. NS മാധവന്റെ പുസ്തകം ഈ വായനശാലയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് വായിക്കണം. ഇല്ലെങ്കിൽ NS മാധവന്റെ കഥാസമാഹാരം എന്നുള്ള അതിൽ ഒരു കഥയാണ് നിലവിളി. അതും വർത്തമാനകാല സാഹചര്യവുമായി ബന്ധമുള്ളതാണ്. ആ പുസ്തകം എങ്ങനെ തുടങ്ങുന്നത്, ആ കഥ എങ്ങനെ തുടങ്ങുന്നറിയോ? ആ കഥ നിങ്ങൾ വായിക്കണം. ഒറ്റ ഇപ്പിന് വായിച്ചിട്ടില്ല, 5 or 6 പേജ് മാത്രമുള്ള കഥയാണ്.
ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്റെ പേര് ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. എന്റെ പേര് കുത്തബുദ്ദീൻ അൻസാരി, 29 വയസ്സ്, തുന്നൽക്കാരൻ. ഗുജറാത്തിലെ ബാപ്പു നഗറിൽ, ഗുജറാത്തിൽ അഹമ്മദാബാദിലുള്ള ബാപ്പു നഗറിലാണ് താമസം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 2002 ഒരു സംഭവമാണ് പരാമർശിക്കുന്നത്. അയാൾ ഒരു തൊഴിലാളിയാണ്, തുന്നൽ തൊഴിലാളിയാണ്. ആ പ്രദേശത്തുള്ള എല്ലാവർക്കും അയാളെ അറിയാം. അവിടെ മതത്തിന് അതീതമായി മനുഷ്യന്റെ സാഹോദര്യം നിലനിൽക്കുന്ന ഒരു പ്രദേശം. ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള കുത്തബുദ്ദീൻ അൻസാരിയാണ് അവിടെയുള്ള എല്ലാവർക്കും വസ്ത്രം അടിച്ചു കൊടുക്കുന്ന അയാളാണ്. അതുകൊണ്ട് അയാൾക്ക് ഓരോരോ ആളെ അറിയാം, കൃത്യമായ അളവറിയാം, ഓരോരോ ആളും എന്താണ് എന്നുള്ളത്. ഒരു കാലത്ത് നമ്മൾ ടൈലറിംഗ് ഷോപ്പിലാണ് വസ്ത്രം കൊടുക്കലും തുണി കൊടുക്കലും അതിന്റെ അളവെടുക്കലും തുന്നലും വലിയൊരു സൗഹൃദം ഉണ്ടാവും. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ടൈലർമാരുമായുള്ള വലിയ സൗഹൃദം. ഇതേ സൗഹൃദം കുത്തബുദ്ദീൻ അൻസാരിയുമായി ആ പ്രദേശത്തുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് തുന്നൽ കൊടുക്കൽ. ആ കഥ വളരെ രസകരമായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് മനുഷ്യൻ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം എന്താണെന്നറിയോ? ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം ആയിക്കഴിഞ്ഞാൽ പട്ടം പറപ്പിക്കലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിനോദം. വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ, പണിയിൽ കഴിഞ്ഞാൽ ആളുകളൊക്കെ പട്ടം പറപ്പിക്കും. അപ്പൊ പട്ടം പറപ്പിക്കുമ്പോൾ ഏറ്റവും ഉയരത്തിൽ ആർക്കാണോ പട്ടം പറപ്പിക്കാൻ കഴിയുക അവരാണ് വിജയിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മതത്തിലും പെട്ടവരുൾപ്പെടെ ഒന്നിച്ച് പട്ടം പറപ്പിക്കും. പട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കുളത്തിപ്പോവും, അപ്പൊ ഒന്ന് പൊട്ടിപ്പോവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ പട്ടം പറത്തിയിട്ട് അതിൽ ഒരു സന്തോഷം കണ്ടെത്തി എല്ലാവരും ഒന്നിച്ചാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹോദര്യത്തോടെ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് നിലവിളി എന്നാണ് NS മാധവൻ എഴുതിയിട്ടുള്ള ഈ കഥയുടെ പേര് എന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം 2002 ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെയാണ് ഇതിലൂടെ പറയുന്നത്. ഈ കുത്തബുദ്ദീൻ അൻസാരിയെ ചിലപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങൾ കണ്ടുവെന്നല്ല, നേരിട്ട് കണ്ടുവെന്നല്ല, നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടാവും അദ്ദേഹത്തിന്റെ ചിത്രം. അതെന്താണെന്നറിയോ? 2002 ഗുജറാത്തിൽ വംശഹത്യ നടക്കുന്ന സമയത്ത് ഈ കുത്തബുദ്ദീൻ അൻസാരിയെ അദ്ദേഹത്തെ കഥകളിക്കുന്നതിന് വേണ്ടി, വധിക്കുന്നതിന് വേണ്ടി, കൊല്ലുന്നതിന് വേണ്ടി ചുറ്റുപാടിലുള്ള ആളുകളൊക്കെ ഉയർന്നു വന്നുകൊണ്ട്, അതായത് കുറെ തുന്നൽക്കാരും മറ്റുള്ളവരുമായുള്ള ബന്ധം, ഈ സാഹോദര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് 2002 അവർ തുന്നിക്കൊടുത്ത അല്ലെങ്കിൽ അവരുമായി സൗഹൃദമുള്ള ഇവരെല്ലാം വളഞ്ഞുകൊണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടി വരുന്നു. ആ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് അദ്ദേഹം കൈകൂപ്പി നിന്നുകൊണ്ട് ജീവന് വേണ്ടി യാചിക്കുന്ന ഒരു ചിത്രം 2002 അന്നത്തെ എല്ലാ മാധ്യമങ്ങളും വന്നിട്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഒരു 23 കൊല്ലം മുമ്പ് നടന്ന സ്വന്തം ജീവന് വേണ്ടി യാചിക്കുന്ന കുത്തബുദ്ദീൻ അൻസാരിയുടെ ചിത്രം അന്ന് ലോകമാകെ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യ രാജ്യത്തെ നാണം കെടുത്തിയിട്ടുള്ള ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള കഥയാണ് NS മാധവന്റെ കഥ. ആ NS മാധവന്റെ കഥയിൽ ഇതാണ് പറയുന്നത്. 2002 അവിടെ നടന്ന കുറ്റക്കൊലയുടെ തുടർച്ചയായി കുത്തബുദ്ദീൻ അൻസാരിയെ ഉൾപ്പെടെ വധിക്കുന്നതിന് വേണ്ടി വരുന്നതും പോലീസിന്റെ സഹായം കിട്ടാത്തതും, ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയപ്പോൾ പോലീസ് സഹായം കൊടുത്തുകൊണ്ട് അവരെ ക്യാമ്പിലേക്ക്, അഭയാർത്ഥി ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ പരാമർശിക്കാൻ കാരണം? കുറച്ച് വർഷം മുമ്പേ എഴുതിയതാണ്. വർത്തമാനകാലത്ത് ഇതിന് പ്രസക്തിയുണ്ട്. ഈ എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ വലിയ പേരുള്ളവരാണ്. ഇപ്പൊ വർത്തമാനകാലത്ത് ഞാനിത് പറയാൻ കാരണം, എങ്ങനെയാണ് ഒരു ഭരണവ്യവസ്ഥ, ഫാസിസം എന്നുള്ള ഭരണവ്യവസ്ഥ തന്നെ എങ്ങനെയാണ് ദരിദ്രപക്ഷത്തുള്ളവർക്ക് കൂടി സ്വീകാര്യമാവുന്നത്? എന്താ കാരണം എന്നറിയോ? അത് സത്യം വിളിച്ചു പറയാനുള്ള, എന്തുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്തത്. ഇപ്പൊ നേരത്തെയുള്ള ഒരു കഥയിൽ റിക്ഷാ തൊഴിലാളിയോട് കാര്യം പറഞ്ഞല്ലോ.
റിക്ഷാ തൊഴിലാളി എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഭയത്തിന്റെ ഒരു അന്തരീക്ഷം രാജ്യത്താകെ രൂപപ്പെട്ടു കഴിഞ്ഞു. വർത്തമാനകാലവുമായി ഇതിന് വലിയ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ചങ്കുറ്റം അത് കുറഞ്ഞു വരുന്നു. അത് വളരെ കുറച്ചു പേരിൽ മാത്രമാവുന്നു. നോക്കൂ, നമ്മുടെ കഥയും ഇതുമായി ബന്ധിപ്പിക്കാം. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ നമ്മുടെ മാധ്യമങ്ങൾ എത്രത്തോളം സർക്കാരിനെ വിമർശിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു 10 വർഷമായി പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ആരും സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിനെ വിമർശിക്കുന്നില്ല. ഒ.വി. വിജയന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എങ്ങനെയാണ് രാജാവിനെതിരെ ജനരോഷം ഉയർന്നുമ്പോൾ അതിർത്തിയിൽ യുദ്ധകാഹളം ഉണ്ടാവുന്നത് സ്വാഭാവികം അല്ലെ? ഒ.വി. വിജയന്റെ പ്രസിദ്ധമായിട്ടുള്ള നോവലിലെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണം. എപ്പോഴും ഈ കാര്യം ഓർമ്മ വേണം. അപ്പോഴേ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം രാജ്യത്ത് വെറുപ്പിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഭയപ്പാട് ജനങ്ങളെ ഭരിക്കുന്ന ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ ഭയപ്പാടുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അവരുടെ പ്രവർത്തനം നീക്കാൻ കഴിയാത്തത്. അവരെല്ലാം നിർലജ്ജം കീഴടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തിന്റെ 4ാം തൂണുകളായിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് നിർലജ്ജം കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കീഴടങ്ങിക്കൊണ്ടിരുന്നാൽ അത് ജനാധിപത്യത്തിന്റെ വലിയ അതിന്റെ ഭാവിയെ ബാധിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, അത് ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് പോലെ നാളെ കൂടിയിരിക്കാൻ കഴിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഓരോ ഗ്രന്ഥശാലയും അറിവിന്റെ ആയുധപ്പുരകളായി മാറണം. ഓരോ ഗ്രന്ഥശാലയും അറിവിന്റെ ആയുധപ്പുരകളാവണം. എന്തിനു വേണ്ടി അറിവിന്റെ ആയുധപ്പുരകളാവുന്നത്? അത് നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ പൈതൃകത്തെ അതെല്ലാം തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് അതിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ഓരോ ഗ്രന്ഥാലയവും അറിവിന്റെ ആയുധപ്പുരകളാവണം. അതാ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളെല്ലാം വായിക്കണം. അറിവിന്റെ ആയുധപ്പുരകളാവണം. നമ്മുടെ ചരിത്രത്തെയാണ് തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഗുജറാത്തിൽ വന്നിട്ടുള്ള 10ാം ക്ലാസ്സിലെ ചോദ്യ പേപ്പർ കണ്ടപ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു. എന്താ അവിടെ വന്ന ചോദ്യം എന്നറിയോ? അവിടുത്തെ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് വന്നിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ടാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത്? എന്തുകൊണ്ടാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത്? നിങ്ങൾ കേട്ടാൽ ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും. ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത്? ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണോ? 1948 ജനുവരി 30-ന് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതാണ്. ആ ചരിത്രം എല്ലാവരും പഠിച്ചതാണ്. എന്നാൽ വർത്തമാനകാലത്ത് ഈ കഴിഞ്ഞ 2-3 വർഷക്കാലത്തിനിടയിൽ പാഠപുസ്തകത്തിൽ നിന്ന് ചരിത്ര വസ്തുതകളെ മാറ്റിമറിക്കുന്നു. അതാണ് അതിൽ പറയുന്ന കാര്യം എന്താ? ഇനി മുതൽ ഗാന്ധിവാദം നമ്മുടെ രാജ്യത്തെ കുട്ടികൾ പഠിക്കേണ്ടതില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഗാന്ധിയെ വധിച്ചത് ആരാണ്? മുമ്പത്തെ പാഠപുസ്തകത്തിൽ എന്താ ഉള്ളതെന്നറിയോ? ഒരു ഹിന്ദു തീവ്രവാദിയായ നാഥൂറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. അതിനെ തുടർന്ന് RSSനെ ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചു. ഇതാണ് പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന കാര്യം. ഇപ്പൊ പാഠപുസ്തകത്തിൽ എന്താ മാറ്റം വന്നത്? NCERTയുടെ സിലബസിൽ വന്നിട്ടുള്ള മാറ്റം, ഹിന്ദു തീവ്രവാദിയായ ഒരു യുവാവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഒറ്റ വാക്കേ ഉള്ളൂ. ഹിന്ദു തീവ്രവാദിയായ യുവാവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നു. ഒറ്റ വാക്കേ ഉള്ളൂ. അത് വായിക്കുന്ന കുട്ടി എന്താണ് കരുതുക? ഏതോ ഒരു യുവാവ് ഗാന്ധിയെ വെടിവെച്ചു കൊന്നു, തീർന്നു. അപ്പൊ ചരിത്രം പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഇതാണ്. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. ഗാന്ധിയെ വെടിവെച്ചു കൊന്നതിൽ 9ാം പ്രതിയായിട്ടുള്ള സവർക്കർ.
സവർക്കറുടെ കൂടി പ്രേരണയോട് കൂടിയാണ് ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നതിന് 5-6 തവണ അതിന്റെ നീക്കം നടന്നിരുന്നു. ഏറ്റവും അവസാനത്തെയാണല്ലോ 1948 ജനുവരി 30. 1948 ജനുവരി 20 അതിന് തൊട്ടു മുമ്പേ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി. മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന പർദ്ദ ഇട്ടുകൊണ്ടാണ് അവർ ഗാന്ധിയെ വെടിവെക്കാൻ വേണ്ടി പോയത്. പക്ഷെ അതിന്റെ പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അന്നത് നടക്കാഞ്ഞത്. സവർക്കറുടെ പ്രേരണയിലാണ് ഇതിന്റെ കാര്യം നടന്നത് എന്ന് കേസ് നിലവിലുള്ളതായിരുന്നു. 9ാം പ്രതിയായിരുന്നു. ആ സവർക്കറാണ് ഇപ്പോഴ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിജിക്ക് നേരെ എതിർഭാഗത്ത് സവർക്കറിന്റെ ഫോട്ടോ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം, രാജ്യത്താകെ നിലനിൽക്കുന്ന ഭയത്തിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. ആ ഭയത്തിന്റെ അന്തരീക്ഷത്തെ ചോദ്യം ചെയ്യണം. അത് ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ സർവോപരി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. ആ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ വന്നിട്ടുള്ള കാര്യമുണ്ട്. ഈ ഇന്ത്യ രാജ്യത്തെ, അത് നമുക്കറിയാലോ, നമ്മൾ ഇന്ത്യക്കാർ ഈ ഇന്ത്യ രാജ്യത്തെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യും. അതാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ വന്നിട്ടുള്ള കാര്യം. അതാണ് അതിലെ മതനിരപേക്ഷത എന്നുള്ള ഭാഗം ഒഴിവാക്കാൻ വേണ്ടി പോകുന്നത്. ആ മതനിരപേക്ഷത ഒഴിവാക്കി കഴിഞ്ഞാലോ നമുക്ക് മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടി കഴിയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നായി കഴിയുന്ന, മനുഷ്യരെല്ലാം ഒന്നാണ് എന്നുള്ള വലിയ സന്ദേശം കൊടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കേരളം. 100 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ശിവഗിരിയിലെ സർവമത സമ്മേളനം, ആലുവയിൽ നടന്നിട്ടുള്ള സർവമത സമ്മേളനം, ആ സമ്മേളനത്തിൽ ആദ്യം എഴുതി വെച്ചെന്താണെന്നറിയോ? ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നുള്ളതാണ്. അവിടെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കാര്യമുണ്ട്. മനുഷ്യനാം, മനുഷ്യത്വം, മനുഷ്യന്റെ ജാതി ഏതെന്ന ചോദ്യത്തിന് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനുഷ്യത്വം. ഈ മനുഷ്യത്വത്തിന്റെ വലിയ ദർശനമാണ് ഈ മലയാളക്കര രാജ്യത്തിന്റെ മുമ്പാകെ വെക്കുന്നത്. വർത്തമാനകാലത്ത് ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ ഇതിനെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ ഭരണഘടനയെ സംരക്ഷിക്കണം. മനുഷ്യനെ പോലെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദലാണ് നമ്മളെല്ലാം ജീവിക്കുന്ന ഈ മലയാളക്കര. അതുകൊണ്ടാണ് ലോകമാകെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് ഈ നാട് മാറിയിട്ടുള്ളത്. ഇന്ത്യ തന്നെ എല്ലാ പ്രദേശങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരു നാടായി ഈ കേരളം മാറിയത് ഇതുകൊണ്ടാണ്. എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ കേരളം മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഈ നേട്ടമുണ്ടല്ലോ, എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള വലിയ സന്ദേശം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ നമുക്ക് നേരെ ഉയർന്നു വരുന്ന പുതിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോ ഗ്രന്ഥാലയവും അറിവിന്റെ ആയുധപുരകളാവണം. ആ ആയുധപുരകളാവുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു. അതിന് വായനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കയ്യിലെ ഉപകരണം. അത് 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഗ്രന്ഥാലയം ഇതിന്റെ പ്രവർത്തനത്തെ തുടർന്ന് ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇതാണെന്ന് കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ വർഷത്തെ ഏറ്റവും നല്ല ബാലതാരത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ച അഭിനന്ദൻ. അദ്ദേഹം റിട്ടയറാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായൂരപ്പൻ കോളേജിൽ PG വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹം. പിണറായിയിൽ നിന്ന് മികച്ച നടനുള്ള അവാർഡ് വാങ്ങുന്ന ചിത്രം നമ്മുടെ മുമ്പിൽ വന്നതാണ്. അദ്ദേഹം അല്പസമയം
ആദരണീയനായ അധ്യക്ഷൻ, ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശശിയേട്ടൻ, ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി വിജയേട്ടൻ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സമയം വളരെ അധികം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് അധികമായി ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു അധിക പ്രസംഗിയാകാൻ ആഗ്രഹമില്ലെന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവരും ഓർത്ത് നല്ല ചിരി വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ടെന്ന് മാത്രമാണ് പറയുന്നത്. ചെറിയൊരു തിരുത്ത് പറയുകയാണ്. ഈ വർഷമായിരുന്നില്ല, 2017-18 വർഷത്തെ ആയിരുന്നു ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വയം എന്ന് പറഞ്ഞ സിനിമ കിട്ടിയതെന്നുള്ളത് ചെറിയൊരു തിരുത്തായി പറയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കുക, ചെറിയൊരു കാര്യം മാത്രം സംസാരിക്കാം. കഴിഞ്ഞ ദിവസം എടച്ചേരിയില്, പേരാമ്പ്ര ഭാഗത്തുള്ള എടച്ചേരിയിൽ ഒരു നാടകോത്സവത്തിന്റെ ഭാഗമായി പൊറാട്ട് എന്ന് പറയുന്ന ഒരു നാടകം കാണാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു സാംസ്കാരിക സമയം നടന്ന പരിപാടിയിൽ ഈ പൊറാട്ട് എന്ന് പറയുന്ന നാടകം കണ്ട് ഇവിടെ ഓടി നടക്കുന്ന ഈ കൊച്ചു കുട്ടികളുടെ പ്രായത്തിലുള്ള 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടി നാടകം കഴിഞ്ഞതിന് ശേഷം വേദിയുടെ മുന്നിൽ വന്നിട്ട് ക്യാമറ തിരിച്ചു പിടിച്ച് പോകുകയാണ്. ഹലോ ഗായ്സ്, ഞാനിന്ന് ഒരു നാടകം കണ്ടു, പൊറാട്ട് എന്നാണ് ഇതിന്റെ പേര്. പൊറാട്ട് എന്ന നാടകം കണ്ടിട്ടുള്ള പലരും ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകാം. ആ നാടകത്തിന്റെ അവസാനം അംബേദ്കർ വരുന്നുണ്ട്. സമൂഹത്തിൽ അധസ്ഥിതരെ കുറിച്ച്, സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരെ കുറിച്ച് കൃത്യമായ ആ നാടകം അഡ്രസ് ചെയ്തു പോകുന്നുണ്ട്. ആ കൊച്ചുകുട്ടിയുടെ ഭാഷയിൽ, ആ കുട്ടിയുടെ ഭാഷയിൽ, ഒരു ബ്ലോഗറുടെ ഭാഷയിൽ ആ കുട്ടി പറയുന്നത്, ഹലോ ഗായ്സ്, ഞാൻ പൊറാട്ട് എന്ന് പറയുന്ന നാടകം കണ്ടു, നല്ല നൈസ് നാടകമായിരുന്നു. അവസാനം അംബേദ്കർ അങ്കിൾ വരുന്നുണ്ട് നാടകത്തില്. അംബേദ്കർ അങ്കിൾ കണ്ണടയും വിട്ടൊരു ചിത്രമായി വരുന്നുണ്ട്. സമൂഹത്തിന് നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടകം അവസാനിക്കുന്ന എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കുട്ടി ബ്ലോഗിങ് അവസാനിപ്പിക്കുന്നത്. വളരെ കൗതുകത്തോടു കൂടി നമ്മളെല്ലാവരും അത് കണ്ടിരുന്നു. നാടകം കണ്ട സംതൃപ്തിയേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള രംഗം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ആ ക്യാമറ പിടിച്ചിട്ടുള്ള വ്ളോഗിംഗ് ആയിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലെ സാംസ്കാരികപരമായിട്ടുള്ള ഇത്തരം പരിപാടികൾ, വായനശാലകൾ, ഇത്തരം ചടങ്ങുകൾ എത്രത്തോളം നമ്മളുടെ നാടിനെ ആവശ്യമായി മാറുന്നു എന്നതിന്റെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ വിജയേട്ടനായാലും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. പഹൽഗാമില് വലിയ ഒരു ഭീകരാക്രമണം ഉണ്ടായി. ഈ ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം ഒരു വിഭാഗത്തിന് നേരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണേണ്ട ഷോർട്ട് ഫിലിമാണ്. ബോംബെ മിറർ എന്ന് പറഞ്ഞിട്ട് 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് യൂട്യൂബിൽ. UTV പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് തോന്നുന്നു ബോംബെ കലാപത്തിന്റെ സമയത്ത് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ് അത്. ബോംബെ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള കേവലം 3 മിനിറ്റ് മാത്രമുള്ള ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിം പറഞ്ഞ് മാത്രം സമയം വൈകിയതുകൊണ്ട് അവസാനിപ്പിക്കാം. ഷോർട്ട് ഫിലിം തുടങ്ങുന്നത്, ഷോർട്ട് ഫിലിം ആരംഭിക്കുന്നത് ഒരു ബാർബർ ഷോപ്പ് കടയിൽ സ്ഥിരപരിചിതരായി വരുന്ന, നല്ല പരിചിതരായി വരുന്ന 2 ആളുകൾ ഈ നമ്മുടെ മുടി മുറിക്കുന്ന ആളുടെ മതം ഹിന്ദു മതമാണ്. മുടി മുറിക്കാൻ വരുന്ന ആള് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും സ്ഥിരം നാട്ടുകാരെല്ലാം സംസാരിച്ചു വരുമ്പോൾ നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ മനസ്സിലാകും വളരെ ആത്മബന്ധമുള്ള, വളരെ സ്നേഹബന്ധമുള്ള, ചിരപരിചിതരായിട്ടുള്ള, വളരെ അടുത്ത 2 ആളുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പുറത്തൊരു കലാപം ഉണ്ടാവുകയാണ്. ഒരു തൊപ്പി ധരിച്ച ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പെട്ടെന്ന് കുറച്ച് ഹിന്ദു തീവ്രവാദികൾ വന്ന് വെട്ടിക്കൊല്ലുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഈ മുടി മുറിക്കുന്ന ആള് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ഈ മുടി മുറിക്കുന്ന ആൾ വേണ്ടി ഷട്ടർ ഇടുകയാണ്. ഷട്ടർ ഇട്ട് വന്നതിന് ശേഷം വീണ്ടും മുടി മുറിക്കുന്നതിനിടയിൽ ഷെയ്വ് ചെയ്യുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ മുടി മുറിക്കാനിരിക്കുന്ന ആളുടെ കഴുത്ത് വെട്ടുകയാണ്. പെട്ടെന്ന് പുറത്തുള്ള അന്തരീക്ഷ
അന്തരീക്ഷമെല്ലാം ശാന്തമാകുന്നു. ആ ശാന്തമായതിനു ശേഷം ഈ ഷട്ടർ പിടിച്ച് പൊന്തിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ അത് ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായി, ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി അവിടെ കേന്ദ്രീകരിച്ചിരുന്ന ഒരു രംഗത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഭവമായിരുന്നു അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതോടുകൂടി ഷോർട്ട് ഫിലിം തിരികെയാണ്. രാജ്യത്ത് ഇത്രയും വലിയൊരു ആക്രമണം നടന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് യാതൊരു പോറലുമേൽക്കാതെ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരേപോലെ ഒരേ സ്വരത്തിൽ ഈ തീവ്രവാദത്തിനെതിരെ, ഈ അക്രമത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുമ്പോഴും ആ സമയത്തും ഈ നാട്ടിലുള്ള, ഇന്ത്യയിലുള്ള വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു വിഭാഗത്തിന് നേരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു പ്രൊപ്പഗാൻഡ അജണ്ട ഫോളോ ചെയ്തുകൊണ്ട് ആക്രമിക്കപ്പെടുകയാണ്. ഇതിനെ തിരിച്ചറിയണമെങ്കിൽ, ഇത്തരം പ്രശ്നങ്ങളെ തിരിച്ചറിയണമെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ പാഠഭാഗങ്ങളെ വെട്ടിച്ചുരുക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയത്തെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ആവശ്യമുണ്ട്, സാംസ്കാരിക കൂട്ടായ്മകളുടെ ആവശ്യമുണ്ട്, വായനശാലകളുടെ ആവശ്യമുണ്ട്, ഇത്തരം കൂട്ടായ്മകളുടെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാടകം കണ്ട് അംബേദ്കറിനെ മനസ്സിലാക്കാനും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളെ മനസ്സിലാക്കാനും സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള മനുഷ്യന്മാരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ആശയം മുന്നോട്ടേക്ക് വെക്കാനും നമ്മൾ ഇത്തരം നാടകങ്ങൾ കാണേണ്ടതുണ്ട്, ഇത്തരം കലാപ്രവർത്തനങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട്. ചെറിയൊരു കാര്യം കൂടി മാത്രം പറഞ്ഞു നിർത്തുകയാണ്. ഇത്തരം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വളരുന്നത് ഏറ്റവും ആധുനിക കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. ഹിറ്റ്ലറുടെ മെയിൻ കാംപ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, നുണയെ നമുക്ക് എങ്ങനെ വളരെ മനോഹരമായി അവതരിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. നുണയെ നമുക്ക് എങ്ങനെ മനോഹരമായി അവതരിപ്പിക്കാമെന്ന് പറയുന്ന സാഹചര്യത്തിൽ നിരന്തരമായി നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരമായി വലിയ നുണകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചെറിയ അംശമെങ്കിലും ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഗുജറാത്ത് കലാപം അതിൽ കാണിച്ചു എന്നുള്ളതിന്റെ പേരിൽ 24 വെട്ടുകൾ സിനിമ ഇറങ്ങിയതിനു ശേഷം, ഇത് ചർച്ചയായതിനു ശേഷം സെൻസർ ബോർഡിന്റെ നേതൃത്വത്തിൽ സിനിമ വെട്ടിച്ചെടുക്കുകയാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിച്ചെടുക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട വില്ലന്റെ പേര് മാറ്റുകയാണ്. യാഥാർത്ഥ്യത്തോട് ചേർന്ന് കിടക്കുന്ന ആ വില്ലന്റെ പേര് മാറ്റുകയാണ്. അതേ സാഹചര്യത്തിലാണ് യാഥാർത്ഥ്യവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത കേരള സ്റ്റോറി കേരളത്തിലടക്കം പ്രദർശനത്തിലേക്ക് എത്തുന്നത്. വീർ സവർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, നേരത്തെ പറഞ്ഞ ഗാന്ധിവധത്തിലെ 9ാം പ്രതിയായിട്ടുള്ള സവർക്കറിനെ വളരെ വീരനാക്കി പുകഴ്ത്തിക്കൊണ്ടുള്ള സിനിമ ഇന്ത്യയിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു പ്രശ്നവുമില്ലാതെ കേരള സ്റ്റോറിയും കാശ്മീർ ക്രൈം ഫയൽസും ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിനെ കൃത്യമായി ചെറുക്കണമെങ്കിൽ നാട്ടിൽ കൂട്ടായ്മകൾ വേണം, രാഷ്ട്രീയം സംസാരിക്കണം, കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള നിലപാടുകളിലേക്ക് എത്തണം. അത്തരം നിലപാടുകളെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമാകണം. ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് DJ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് അരാഷ്ട്രീയ പരിപാടികൾ നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിലെ വലിയ മുന്നേറ്റത്തിന് സാധ്യമാക്കിയ, കേരളത്തിലെ സാംസ്കാരികമായി ഏറ്റവും ഔന്നത്യത്തിലേക്ക് നയിച്ച നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെയുള്ള നാടകം കാണാൻ വേണ്ടി ഇന്നും നമ്മളുടെ നാട്ടിൽ ഇത്രയും വലിയ ജനാവലി നമ്മളുടെ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നമ്മളുടെ നാട്ടിലും നമ്മളുടെ ഓരോ ഗ്രാമങ്ങളിലും നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം വർഗീയതകളെ, ഇത്തരം ഫാസിസ്റ്റ് ശക്തികളെ ഒരു പരിധിവരെ നമുക്ക് എതിർക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ മാത്രം നേർന്നുകൊണ്ട് വളരെ വൈകിയ വേളയിലും ഇത്രയും നേരം ശ്രമിച്ചിരുന്നതിന്, അക്ഷമരയിൽ ശ്രമിച്ചിരുന്നതിന് ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് EMS സാംസ്കാരിക കേന്ദ്രത്തിന്റെ 25ാം വാർഷികാഘോഷത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഇത്തരം വർഗീയതകൾക്കെതിരെ, ഇത്തരം രാഷ്ട്രീയ ലഹരി പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മളുടെ നാട്ടിലെ നിറദീപമാകാൻ വേണ്ടി, വെളിച്ചമാകാൻ വേണ്ടി EMS സാംസ്കാരിക കേന്ദ്രം വായനശാല ഗ്രന്ഥാലയം ഓണപ്പറമ്പിന് സാധിക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി അരക്കൽ പുരുഷോത്തമൻ ലൈബ്രറി ജില്ലാ കൗൺസിൽ അംഗം നിങ്ങളോട് സംസാരിക്കും.
സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, വേദിയിലുള്ള വിജയടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, ഓണപ്പറമ്പ് EMS സാംസ്കാരിക കേന്ദ്രം വായനശാല ആൻഡ് ഗ്രന്ഥാലയം അതിൻ്റെ 25 വർഷം പൂർത്തീകരിക്കുക. 3 ദിവസമായി അതിൻ്റെ വാർഷികാഘോഷം ഈ നാടിൻ്റെ ഉത്സവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു വായനശാലയെ ഒരു നാട് എങ്ങനെ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വായനശാല എങ്ങനെ നാടിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് EMS വായനശാലയുടെ 25ാം വാർഷികാഘോഷം. ഞാനിവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു വനിതാ വേദി, അവർ ഇവിടെ കൈകൊട്ടിക്കളിയിലൂടെ നമ്മുടെ ജില്ലയിലെ ജനങ്ങളുടെ ഹൃദയം കവർന്നത്. ഇതൊന്നും അത്ര അധികം വർഷമായിട്ടില്ല. വായനശാലയ്ക്ക് 25 വർഷമായെങ്കിലും ഇതൊക്കെ ഒരു 2-3 വർഷത്തിനിടയിൽ വനിതാ വേദി രൂപീകരിക്കുന്നതിൽ അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ ബാലവേദി, വയോജന വേദി. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെയൊക്കെ നമ്മുടെ നാടിൻ്റെ ഹൃദയത്തുടിപ്പാക്കി മാറ്റിയെടുക്കുന്നതിൽ ഈ വായനശാലയ്ക്ക് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള, ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായനശാലയുടെ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയും ഈ നാടിൻ്റെ കൂട്ടായ്മ ഈ സമൂഹത്തിലാകെ അതിൻ്റെ സുഗന്ധം പരത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഭയത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണാധികാരികൾ കലയെ ഭയക്കുന്നു, ഇന്ത്യയുടെ സാംസ്കാരിക പ്രവർത്തനത്തെ ഭയക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ ഭയക്കുന്നു, രാമൻ മുഹമ്മദിനെ ഭയക്കുന്നു, മുഹമ്മദ് ഫ്രാൻസിനെ ഭയക്കുന്നു. അങ്ങനെ മൊത്തം ഭയത്തിലൂടെ എല്ലാവരെയും സംശയദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു 3ാം ലോക മഹായുദ്ധം തന്നെ ഇവിടെ കാരണഭൂതമാകുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മുടെ 25ാം വാർഷികാഘോഷം നടക്കുന്നത്. ആ ഗൗരവം നമുക്ക് ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഈ 3 ദിവസവും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ വളരെ ദൂരെയാണ് കാശ്മീർ, നമ്മുടെ വളരെ ദൂരെയാണ് ഗുജറാത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കേണ്ട. ഇന്ത്യൻ ഭരണാധികാരികൾ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ നമ്മുടെ കീശയിലെ കാശ്, നമ്മുടെ ബാങ്കിലെ കാശ്, ആ കാശ് എടുക്കുന്നതിന് വേണ്ടി ആഴ്ചകളോളം ബാങ്കിന് മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വന്ന ഗതികേട് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരാൻ അധിക കാലതാമസം ഉണ്ടാകില്ല. ആ ഓർമ്മപ്പെടുത്തലുകളാണ് ഇതുപോലുള്ള വായനശാലകളുടെയും സാംസ്കാരിക സംഘടനകളുടെയും കൂട്ടായ്മയിലൂടെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ ആകെ നമുക്ക് ആ നിലയിലുള്ള മനുഷ്യ സ്നേഹത്തിന്റെ ഭാഷകൾ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിയണം. അതായിരിക്കണം നമ്മുടെ ദൗത്യം, അതായിരിക്കണം നമ്മുടെ വായനശാലയുടെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ നമ്മുടെ പുസ്തകങ്ങൾ നമുക്ക് സംരക്ഷിക്കാനും അത് വായിപ്പിക്കാനും കഴിയണം. ഇവിടെ വൈജേട്ടൻ പറഞ്ഞു, ചരിത്രം തിരുത്തി എഴുതുമ്പോൾ നമ്മുടെ പുസ്തകങ്ങളെ തിരുത്തി എഴുതാൻ കഴിയില്ല. നമ്മുടെ വായനശാലയിലെ ഷെൽഫുകളിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയണം, സമൂഹത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വായനശാലയുടെ 25ാം വാർഷികത്തിൽ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഇതിന് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഇതിന്റെ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ന് ഈ നാടകത്തോടുകൂടി 25ാം വാർഷികത്തിന്റെ സമാപനം കുറിക്കുകയാണ്. 2-3 മാസമായി ഈ വായനശാലയുടെ പ്രവർത്തനം അത് സ്ത്രീയും പുരുഷനും എല്ലാം യോജിച്ചുകൊണ്ട്, യുവാക്കളും യുവതികളെയും എല്ലാം യോജിച്ചുകൊണ്ട് വലിയ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് കലാപരിപാടികൾ സംഘടിപ്പിക്കണം, പണം പിരിക്കണം, യോഗങ്ങൾ കൂടണം, അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ്. കാരണം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അവരാണ് വായനശാല ഉണ്ടാക്കിയിട്ടുള്ളത്, വീട് ഗ്രന്ഥാലയം മാറ്റിയിരിക്കുന്നത്. അവരാണ് ഈ നാട് ഈ ഗ്രാമപ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്നത്. അവരുടെ പണിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ വായനശാലയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുകയാണ്. പിന്നെ വായനശാലയുടെ സെക്രട്ടറിയും പ്രസിഡന്റും തൊഴിലാളിയാണ്. മറ്റു വല്ല കേരളത്തിൽ പോയ അധ്യാപകരായിരുന്നു, മുല്ലക്കുടി പോയാൽ അധ്യാപകരായിരുന്നു ചിലപ്പോൾ. അല്ല, ഇവിടെ സാധാരണ തൊഴിലാളി. അദ്ദേഹം പണിയെടുത്ത് വന്ന് വായനശാല പ്രവർത്തനം കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് കാണും. ഇക്കാലത്ത് ആരെയും വിശ്വാസമില്ലാത്തൊരു കാലത്തേക്ക് കടന്നു വരുന്നു. നമുക്കറിയാം, കാശ്മീരിൽ മരിച്ച രാമചന്ദ്രന്റെ മകൾ, അവരെ രക്ഷപ്പെടുത്തിയ 2 മുസ്ലിങ്ങൾ മുസാഫിറും സമീറും, അവരുടെ സഹോദരങ്ങളാന്ന് പറഞ്ഞത് അവർക്ക് കേൾക്കാത്ത പഴിയുള്ളൂ. ഇങ്ങനെ അവരെ പഠിക്കുകയാണ്. ഇപ്പൊ ലൈസൻസ് ഇല്ലാതെ പഴി കേൾക്കാൻ പറ്റുന്ന സാധനമാണ് ഫേസ്ബുക്കും വാട്സപ്പും. കേസും ഇല്ല. മറ്റൊന്ന്, വെടിവെക്കുമ്പോൾ തോക്ക് പിടിക്കുന്ന സമയത്ത് വെടിയേറ്റ് മരിച്ചത് മുസ്ലിമാണ്. നമ്മളത് മറക്കുകയാണ്, മുസ്ലിമാണ്. അവിടെ ഈ കലാപത്തിനെതിരായി വെടിയേറ്റത്തിനെതിരെ അവിടെ മുഴുവൻ ജനങ്ങളെ അണിനിരത്തുന്നത് അവിടുത്തെ മുസ്ലിങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രചരണം എന്താ? പ്രചരണം വേറെ വഴിക്കാണ്. അത് അവരുടെ ലക്ഷ്യം എന്താണ്? പള്ളി പൊളിച്ചാൽ വോട്ട്. ഇനി 2 പള്ളി പൊളിക്കണം, എന്നാലും വോട്ട്. വോട്ടിന് വേണ്ടി പള്ളി പൊളിക്കുന്ന അല്ലെങ്കിൽ കാശ്മീരിൽ കലാപം നടത്തുന്ന ഒരു കൂട്ടരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മുടെ വായനശാല ഒരു പടവാളായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് സമാപനം കുറിക്കാൻ നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ വിനീഷിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസമായി നമ്മുടെ വായനശാലയുടെ 25ാം വാർഷികാഘോഷത്തിന്റെ സമാപന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമാപന പരിപാടിയിൽ വിവിധ ദേശത്തെ സാംസ്കാരിക പ്രവർത്തകർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ സാംസ്കാരിക സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ സാംസ്കാരിക പ്രവർത്തകർക്കും വായനശാലയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പരിപാടി നടത്തേണ്ടെങ്കിൽ അതിന് തക്കതായ സൗകര്യം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന നാറാത്ത് പഞ്ചായത്ത് അധികൃതരോടും ഈ വേളയിൽ വായനശാലയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കിവിടെ ശബ്ദവും വെളിച്ചവും തന്നുകൊണ്ടിരിക്കുന്ന പ്രവാസി ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ 6 മാസക്കാലം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ഏതൊരു പ്രവർത്തനത്തിനും ഞങ്ങൾക്കൊപ്പം നിന്ന ഇവിടുത്തെ മുഴുവൻ നല്ലവരായ നാട്ടുകാർക്കും വായനശാലയുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മറ്റൊരു അറിയിപ്പ് നിറഞ്ഞ നമ്മുടെ ഈ സമാപന ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങളൊരു ചെറിയ ചായക്കട ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ചായയും ചെറിയ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ചെറിയ കടികളുണ്ട്. എല്ലാവരും അതുകൂടി കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടികൾ തീരുന്നത് വരെ ഞങ്ങളുമായി സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളന പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കും.